ഒരു ഗ്യാപ്പ് തന്നെ. നോക്കിക്കോ, സുഭദ്രാമ കേട്ടില്ല. ജഗ പോക ഇപ്പോഴോ പോയ പോലെയാണ് തിരിച്ചു വരും. നോക്ക്, ഒരു പോരലും ഇല്ല പ്രസിഡന്റ്, അവിടെ തന്നെ. ബെറ്റുണ്ടോ? ബെറ്റുണ്ടോന്ന്? ബെറ്റുണ്ട്. അയ്യേ, നീയാ എന്തിയേ എന്റെ മുമ്പിൽ ബെറ്റ് കേട്ടാണോ? എന്നാ പറയുന്നത് ബെറ്റ് കേട്ടാ? എടാ, ഈ പഞ്ചായത്തിലെ പ്രസിഡന്റായ എന്നോട് ഈ പഞ്ചായത്തിലെ പരമതണ്ടിയായ നീ ബെറ്റ് കേട്ടാണോ? പഞ്ചായത്ത് പ്രസിഡന്റും പരമതണ്ടി ഒന്നാ. അപ്പൊ ബെറ്റിന്റെ കാര്യത്തിൽ പ്രസിഡന്റ് ഇക്കാര്യത്തിൽ വെറുതെ വാശി പിടിക്കണ്ട. ഒരു കാര്യം ചെയ്യും, രണ്ടാളും കാശണ്ട. അതെ, കാശ് കൊടുക്കും. അങ്ങനെയുണ്ട് ഒരു കാര്യം. എത്ര? 500? 50 മതി. അയ്യേ, 50? കൂടുതൽ വലിക്കല്ലേ. സുഭദ്രേ, നിനക്ക് എന്നെ മനസ്സിലായില്ലേ? ഞാനാണ് നിന്റെ ധാരാളക്കുട്ടി. അങ്ങനെ മറക്കാൻ പറ്റുമോ? എന്റെ ഇപ്പൊ ഇങ്ങോട്ട് പോന്നു? എന്റെ 16 അടിയന്തരാണെന്ന് ആരെങ്കിലും പറഞ്ഞോ? 18 വർഷം കഴിഞ്ഞ് വന്നിരിക്കുന്നു ക്ഷേമം അന്വേഷിക്കാൻ. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. അത് പറഞ്ഞ് നീ വെറുതെ എന്തിനാ? എന്ത് കഴിഞ്ഞെന്നാ? എന്റെ കഷ്ടപ്പാടൊക്കെ കഴിഞ്ഞെന്നോ? എല്ലാം ഏറ്റെടുക്കാൻ വന്നാവോ? വേണ്ട, ഒറ്റയ്ക്ക് ഇവിടം വരെ എത്തിയില്ലേ? ഇനി എനിക്ക് ആരുടെ സഹായം വേണ്ട. നിങ്ങൾ മനുഷ്യനാണോ? ഒരു ആൺതുണ ഇല്ലാതെ, സഹായിക്കാനും ആളില്ലാതെ ഈ 2 പിള്ളേരെയും കൊണ്ട് ഞാൻ എങ്ങനെ ജീവിക്കുമെന്ന് നിങ്ങൾ എന്തെങ്കിലും ചിന്തിച്ചോ? എന്നിട്ട് വന്നിരിക്കുന്നു. എല്ലാം എന്റെ തെറ്റാണ് സുഭദ്രേ. എല്ലാത്തിനും ഞാൻ മാപ്പ് ചോദിക്കാം. മാപ്പോ? ഞാൻ കുടിച്ചു തീർത്ത കണ്ണീരിനും അനുഭവിച്ച കഷ്ടപ്പാടിന് ഇനി മാപ്പോ? ഇത് വല്ല നിങ്ങൾക്ക് തിരിച്ചെടുക്കാൻ സാധിക്കൂ? ഇല്ല, ഇനി എനിക്ക് ഇങ്ങനെ ഒരു ഭർത്താവില്ല. എനിക്ക് നിങ്ങളെ കാണാൻ വേണ്ട. അച്ഛൻ പോണ്ട. ഞങ്ങൾക്ക് അച്ഛനെ വേണം. അമ്മ 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 അച്ഛ 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 വാച്ച. ഓ, ഇത് മറ്റൊരു പാരയായത് തന്നെ. എന്നാലും എനിക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റണില്ല. സുഭദ്രാമ ഇത് എങ്ങനെ സമ്മതിച്ചു എന്നാ? എങ്ങനെ സമ്മതിക്കാതിരിക്കുന്ന? മക്കളിടപെട്ട് പോയില്ലേ? സ്നേഹം ആരിടപെട്ടാലും സുഭദ്രാമ സമ്മതിക്കാതെ നാരായണൻകുട്ടിക്ക് അവിടെ നിൽക്കാൻ പറ്റുമോ? അതെങ്ങനെ? ഒരിക്കലും പറ്റില്ല. സമ്മതിച്ചാ അവർക്ക് കൊള്ളാം. നാരായണൻകുട്ടിയേട്ടന് പുല്ല. എത്ര പെട്ടികളാ കൊണ്ടുവന്നിരിക്കുന്നതെന്ന് അറിയാവോ? നിറച്ചും പൊന്നും പണവുക. ഈ ലൈൻമാൻമാർക്ക് അവിടെ ഇത്ര സംഭവം ഉണ്ടോ? പിന്നെ അവിടെ ലൈൻമാൻമാരെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കളക്ടറെ പോലെ. വെറും ലൈൻമാനല്ല, കൊട്ടാരൻ ലൈൻമാനാ. പിന്നെ ഇവിടുത്തെ പോലെ ചെതല് നിന്ന് അടിനുറുങ്ങിയ പോസ്റ്റിലൊന്നും വലിഞ്ഞു പടഞ്ഞ് കയറണ്ട. എല്ലാം അണ്ടർഗ്രൗണ്ട് ലൈനല്ലേ. ഒരു പണി ചെയ്യാതെ ശമ്പളം കിട്ടുന്നത്. അതാണ് സത്യം. നമ്മൾ അവിടെ ഇവിടെയൊക്കെ ഒന്ന് വേണമെന്ന് മാത്രമേ ഉള്ളൂ. കറണ്ട് പോകുന്ന പ്രശ്നമേ ഇല്ലല്ലോ. അമേരിക്കക്കാരൻ ബോംബിട്ട് നോക്കി കറണ്ട് ഒന്ന് കളയാൻ. ബൾബൊന്ന് ചിമ്മുക പോലും ചെയ്തില്ല. അല്ല ചേട്ടാ, ഈ അമേരിക്ക ബോംബിട്ടതും യുദ്ധം ചെയ്തതൊക്കെ കുവൈറ്റിലല്ലേ? ആ, ചേട്ടൻ ദുബായിലായിരുന്നില്ലേ? എടാ, കുവൈറ്റും ദുബായ് എന്നൊക്കെ പറഞ്ഞ നിന്റെ വീടും എന്റെ വീടും പോലെ അടുത്തടുത്ത സ്ഥലങ്ങളല്ലേ? ഇവന് വല്ല വിവരമുണ്ടോ? വെറുതെ മാസ്താണെന്ന് പറഞ്ഞ നടക്കും. അല്ല. ഓ, ഇപ്പോഴത്തെ ചെറുപ്പക്കാരുടെ കാര്യം. 2 വയറങ്ങ് പിരിക്കണമെങ്കിൽ കൈയുറ വേണം, കാലുറ വേണം. ഇത് എന്തൊക്കെ ഉറ വേണോ? താരങ്ങ് മാറുന്നേ. അല്ല, അത് ഞാൻ കൊണ്ടുപോവാ. ഇതുകൊണ്ടാണോ പണിയുന്നത്? ഓൺ ചെയ്യേ. അല്ല, അത് നീയൊക്കെ ജനിക്കുന്നതിന് മുമ്പ് ഈ പണി തുടങ്ങിയതാ നാരായണൻകുട്ടി. നീ ഓൺ ചെയ്യേ. അപ്പൊ ഓൺ ചെയ്യട്ടാ? ധൈര്യമായിട്ട് ഓൺ ചെയ്യടേ. ഇപ്പൊ സമാധാനമായല്ലോ. ഒരു ലൈനേ കുഴപ്പമുണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ 3ഉം പോയി. ചേട്ടൻ വീട്ടിൽ പോയേ? വീട്ടിൽ പോയേ? അയ്യേ, നിഷാദ പാടും 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 മാടപ്രാ
ഓടും ഓടും പൂങ്കുയിൽ ഓടും അമ്പേറ്റ് വീണ അയ്യോ ഇതെന്ത് പറ്റി? പ്രസവ വേദന ഏ സൃഷ്ടി എന്റെ മനസ്സ് കിടന്ന് പിടയുകയാണ്. എന്തിന്? വേടന്റെ അമ്പേറ്റ് വീണ ഇണക്കിളികളിൽ ഒരു കിളിയെ ഞാനിന്ന് കണ്ടു. ആ വേദനയിൽ തേങ്ങിക്കരഞ്ഞ് മാ നിഷാദ എന്ന് പാടിയ ആദി കവിയുടെ ഹൃദയം ഞാനിന്ന് കണ്ടു. എവിടെ വെച്ച് കണ്ടു? നീ സിനിമയ്ക്ക് പോയടാ? ഇന്ന് ഷോക്കേറ്റ് പിടഞ്ഞ് പിടഞ്ഞ് മരിച്ച മാടപ്രാവായിരുന്നു ആ കിളി. പിടഞ്ഞൊന്നുമല്ല മരിച്ചത്, മോളിൽ നിന്ന് വീണപ്പോഴേ ചത്തിരുന്നു. നീയായിരുന്നു ആ കാട്ടാളൻ. കാട്ടാളൻ കൃഷ്ണപ്പണിക്ക്. അതാര്? നിന്റെ തന്ത. കേൾക്ക്, അന്ന് ഇണക്കിളിയുടെ മരണത്തിൽ നിന്ന് ആദി കാവ്യമുണ്ടായി. ഇന്ന് ഒരു ഇണപ്രാവിന്റെ മരണത്തിൽ നിന്ന് പ്രേമ കാവ്യം ജനിക്കുകയാണ്. സർഗവേദനയിൽ ഞാൻ കിടന്ന് പുഴയുകയാണ്. ഭ്രാന്താശുപത്രിയിൽ കൊണ്ടുപോയി നിനക്ക് ഷോക്ക് അടിപ്പിക്കേണ്ട ടൈമായി. ഷോക്ക പോടാ. ഒരു കവിയുടെ ആത്മനൊമ്പരം നിനക്ക് മനസ്സിലാവില്ല. അമ്മായി, സുഭദ്രമ്മായി, എവിടെ പോയി കിടക്കുക? അമ്മായി. രാവിലെ ഇത് ഏതായി കുരിശ്? രാധ, ദേവകിയുടെ മോള. ഓ, ഞാൻ കുഞ്ഞിലെങ്ങാണ്ട് കണ്ടതാ. ഇവളെ പേടിക്കാണ് മാവാ സത്യമായി ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. ഇത് നിങ്ങളെല്ലാരും കൂടി ഇവിടെ ഇരിക്കായിരുന്നോ? എന്റെ കുമാരേട്ടനൂടെ ഇപ്പൊ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നല്ലോ. എവിടെങ്കിലും ഉണ്ടല്ലോ. ഓ, എനിക്കത് മതി. അയ്യോ, പാർവതിയും ലക്ഷ്മിയും ഒക്കെ എന്തോരം വളർന്നു വെച്ചിട്ടൊക്കെ ഞാൻ ഒരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. വിളിച്ചേ. ഞാനും തിന്നോട്ടെ. എന്താ അത്? ഇതോ നാരങ്ങ മുട്ടായി. ഇതാര്? ഞങ്ങളുടെ അച്ഛൻ. ചത്തുപോയി നാരായണം കുട്ടിമാവനോ? അയ്യോ, സോറി, അറിഞ്ഞില്ലേ. രാജേച്ചിക്ക് ഭയങ്കര ക്ഷീണമാണല്ലോ. അയ്യോ, എനിക്കിപ്പോ തീരെ വിശപ്പില്ല. കണ്ടാലും തോന്നും. അതെ, കുട്ടിമാവൻ വന്നിട്ട് ഒന്നും കൊണ്ടുവന്നില്ലേ? പിന്നെ താറാമ്പട്ട പുഴുങ്ങിയത്, അലുവ വിളയിച്ചത് എല്ലാം ഉണ്ട് പെട്ടിക്കകത്ത്. ഇതൊന്ന് കഴിയട്ടെ, എന്നിട്ടെടുത്ത് തരാം. ഇന്നൊന്നും വേണ്ട, നാളെ മറ്റന്നാളൊക്കെ ഇട്ട് തന്നാ മതി. ഞാനിന്ന് വന്നതല്ലേ ഉള്ളൂ. ഓ, അപ്പൊ സ്ഥിരതാമസ്ഥന്? അങ്ങനൊന്നുമില്ല, ഒരു 2-3 മാസം. അയ്യോ, അതെന്താ? കിട്ടിയില്ലേ? ഇതാണോ ഇവിടുത്തെ യൂണിഫോം? ഇതെനിക്ക് കുട്ടിമാമൻ ഗൾഫിൽ കൊണ്ടുവന്നതാ. നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ? ഇന്ന് വരും നാളെ വരുമെന്ന് പറഞ്ഞ് എത്ര ദിവസവും ഞാൻ കാത്തിരിക്കുന്നു. ഇനി ഞാൻ കുമാരേട്ടനെ കൊണ്ടേ പോകും. എന്നെ കൊണ്ട് പോവില്ലേ? കോളേജിൽ പോവാ. ചേച്ചിക്ക് എന്താ പാലിനോട് ഇത്ര താല്പര്യം? പാല് കുടിക്കാനുള്ളതല്ലേ, അതെന്തിനാ വെറുതെ വെച്ച് തണുപ്പിക്കുന്നത്? അധികം നേരം വെച്ചിരുന്നാലേ തൈരായി പോവും, അറിയാമോ? പോയിട്ടോ. കഥാകാലക്ഷേപവും ഓട്ടം തുള്ളലുമെന്ന് പരിപാടിയെങ്കിൽ ദയവ് ചെയ്ത് ഇക്കൊല്ലത്തെ ഉത്സവ കമ്മിറ്റിയിൽ ഞങ്ങളെ ചേർക്കരുത്. എന്നാ യേശുദാസിന്റെ ഗാനമേള വെക്കാം. യേശുദാസിന്റെ ഗാനമേള വേണമെന്നല്ല, പക്ഷെ കരക്കാരുടെ കാശ് പിരിച്ച് പരിപാടി നടത്തുമ്പോ അത് മെനക്ക് വേണമെന്നേ പറഞ്ഞുള്ളൂ. നീയൊക്കെ കൂടി മെനകേടാക്കാതിരുന്നാ മതി. മെനകേടാക്കുന്നത് ഞങ്ങളല്ലല്ലോ പ്രസിഡന്റ്. നടിയുടെ സൗകര്യം നോക്കി നാടകവും പെണ്ണുങ്ങളുടെ എണ്ണം നോക്കി ബാലയും ബുക്ക് ചെയ്താലും മെനകേടെന്ന് മാത്രമല്ല അമ്പലപ്പറമ്പൂടെ വിളക്കാവും. നിർത്തടാ, അമ്പലം ഞങ്ങളുടേത്, ആ ഊരായ്മയും ഞങ്ങൾക്കാ. ഉത്സവം എങ്ങനെ നടത്തണമെന്ന് ഞാൻ നിശ്ചയിക്കും. ചുമ്മാ ചൂടാകാതെ തിരുമേനി. ഊരായ്മ വേറെ, ഉടമസ്ഥര് വേറെ. ശാന്തിക്ക് ശാപ്പാടിനും കൊടുക്കാൻ വകയില്ലാത്തതുകൊണ്ടല്ലേ അമ്പലം ദേവസ്വത്തിന് വിട്ടുകൊടുത്തത്. ഇപ്പൊ ഉടമസ്ഥര് നാട്ടുകാരാ. അത് പറയാൻ നീ ആരാടാ? അത് എന്നെ വിളിച്ചു വരുത്തിയ നാട്ടുകാർ പറയും. തിരുമേനി, അമ്പലം നാട്ടുകാരുടെ ആണെങ്കിൽ അവര് തീരുമാനിക്കും ഉത്സവം എങ്ങനെ നടത്തുമെന്ന്. എന്നാലാ ഉത്സവം എനിക്കൊന്ന് കാണണം. വരണടാ. ജഗ പോകുകയായി. ഇനിയിപ്പോ ഉത്സവം എങ്ങനെയാ നടത്തുന്നേ? ഈ നാട്ടിൽ കാശുള്ളവര് വേറെ ഉണ്ടല്ലോ. അതാരാ ഈ നാട്ടിൽ പൈസ ഉള്ള വേറെ ആള്? നമ്മുടെ നാരായണൻ കുട്ടിയേട്ടൻ അല്ലാതായിരുന്നു. പക്ഷെ ഒരു കാര്യം, അതിന് ഞങ്ങൾ വരില്ല. നിങ്ങൾ നാട്ടുകാരെ തന്നെ പോയി സമ്മതിപ്പിക്കണം. അനിയൻ തിരുമേനി വെല്ലു വിളിച്ചിട്ട് പോയത് കേട്ടല്ലോ. ഇനി ഉത്സവം ഭംഗിയായിട്ട് നടത്തുക എന്നുള്ളത് നമ്മുടെ അഭിമാനത്തിന്റെ പ്രശ്നമാണ്, അത് മറക്കരുത്. അതെ. കുടിക്കാൻ എന്താ വേണ്ടത്? പാല് തന്നെ ആയിക്കോട്ടെ സുമിത്രേ. സെക്കൻഡ് ഫസ്റ്റ് നൈറ്റ് ആയിരിക്കും. ഓടാ അവിടുന്ന് നീർക്കോലി. ഞാൻ പോവാം. പാല് ഇന്ന് മഴ ഉറപ്പാ. എന്ത് കാറ്റാ?
എന്നാ കറണ്ട് ഇപ്പൊ പോവും. എന്താ ഇവിടെ അങ്ങനെയാ, കാറ്റ് വന്നാ കറണ്ട് അപ്പൊ പോവും. ലൂസ് കോണ്ടാക്റ്റാ. ഈ പാൽ ആർക്കമ്മായി? കുട്ടിമാവനായിരിക്കും അല്ലേ? ഇതൊന്നും കൊണ്ടുപോയി കൊടുക്കാവോ? പിന്നെന്താ, വരൂ. എന്റെ കൈയും കാലും പറയ്ക്കും. ഇങ്ങോട്ട് അടുത്തേക്ക് വരൂ. അയ്യോ, പാതിരാത്രിയിൽ പാലുമായി വന്നൊരു പാവം പിടിച്ച പെൺകുട്ടിയെ കെട്ടിപ്പിടിക്കുന്നതാണോ കുട്ടിമാമ നിങ്ങളുടെ പുലിയിനത്വം? ഞാനിനി എന്റെ അമ്മായിയുടെ മുഖത്ത് എങ്ങനെ നോക്കും? വയസ്സായിട്ടും പഴയ സ്വഭാവത്തിൽ ഒരു മാറ്റം വന്നിട്ടില്ല അല്ലേ? സുഭദ്രേ, ഞാൻ ഇറങ്ങിപ്പോയി. ഇറങ്ങിപ്പോ. ഒടുക്കത്തെ കറണ്ട് നോക്ക്. ഞാൻ